നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. കക്കാടംപൊയിൽ വീണ്ടും അപകട മരണം. കക്കാടംപൊയിൽ റോഡിലെ ആനക്കല്ലുംപാറയിൽ കാറ് നിയന്ത്രണം വിട്ട് കല്ലുങ്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. കൊടുവള്ളി മുക്കിലങ്ങാടി കുന്നത്തുപറമ്പ് ഷുക്കൂറിന്റെയും സെലീനയുടെയും മകൾ ഫാത്തിമ മഖ്ബൂലയാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന കല്ലുരുട്ടി ചക്കിട്ടക്കണ്ടി സ്വദേശി മുഹമ്മദ് മുൻഷിക്ക് പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. കക്കാടംപൊയിലിൽ നിന്നും മലയിറങ്ങി വന്ന കാറ് ആനക്കല്ലുംപാറ ജംഗ്ഷൻ സമീപം നിയന്ത്രണം വിട്ട് കല്ലുങ്കിൽ ഇടിച്ച് മറിയുകയായിരുന്നു. കല്ലുങ്കിൽ ഇടിച്ചു തകർന്ന കാറ് വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. പരിക്കേറ്റവരെ അരീക്കോട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യുവതിയെ രക്ഷിക്കാനായില്ല. കൂമ്പാറ കക്കാടംപൊയിൽ റോഡിലെ സ്ഥിരം അപകട മേഖലയിൽ തന്നെയാണ് ഇത്തവണയും അപകടമുണ്ടായത്. കാറിന്റെ ബ്രേക്കിന് തകരാറായതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. യുവതിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഷിഫയാണ് മഖ്ബൂലയുടെ സഹോദരി. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.